ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു സെഷനിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഒക്ടോബർ 23 നടന്ന കേരള ബാങ്കിലേക്കുള്ള ക്ലർക്ക് ക്യാഷ്യർ പരീക്ഷകളുടെ പ്രൊവിഷണൽ ആൻസർ കീ കേരള PSC പുറത്തുവിട്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എൻ്റെ ആൻസേഴ്സൊക്കെ നോക്കാം. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 143/2024 ആണ്. അതുപോലെ കാറ്റഗറി കോഡ് 63 64 2024. ഓക്കെ, അപ്പോൾ നമുക്ക് ആൻസേഴ്സ് പെട്ടെന്ന് നോക്കാം. നിങ്ങൾക്കിവിടെ പ്രൊവിഷണൽ ആൻസർ കീ പെട്ടെന്ന് കാണിച്ചു തരാം. ഓക്കെ, ഇവിടെ റൈറ്റ് സൈഡിലായിട്ട് കാണുന്നതാണ് പ്രൊവിഷണൽ ആൻസർ കീ. നമുക്ക് എ കോഡ് വെച്ചിട്ട് നമുക്കിതൊന്ന് മാർക്ക് ചെയ്ത് പെട്ടെന്ന് പോവാം. ഓക്കെ, അതിനുശേഷം നമുക്ക് ഏതാണ് ABCD എല്ലാ കോഡിൻ്റെയും ജസ്റ്റ് ആ PDF ഒന്ന് കാണിക്കാം. അതുപോലെ തന്നെ കേരള PSCയും സംബന്ധിച്ച് വരുന്ന എല്ലാ നോട്ടിഫിക്കേഷൻ, ആൻസർ കീ, എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് തന്നെ നിങ്ങളിലേക്ക് എത്താൻ വേണ്ടി നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. നമുക്ക് നേരിട്ട് സെഷനിലേക്ക് പോകാം. 143/2024 ഇംഗ്ലീഷിലെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. നമുക്ക് നോക്കാം. ഓക്കെ, ആദ്യത്തെ ചോദ്യം എന്താണ്? വിച്ച് എമംഗ് ദി ഫോളോവിങ് ഈസ് നോട്ട് എ ഫീച്ചർ ഓഫ് ക്യാപിറ്റലിസം? ഒന്നിൻ്റെ ആൻസർ വന്നിരിക്കുന്നത് ഓപ്ഷൻ സി ആണ്. റൈറ്റ് ഓഫ് ഗവൺമെൻറ് ഇൻ്റർവെൻഷനാണ് ആൻസറായിട്ട് വരുന്നത്. 2, വിച്ച് എമംഗ് ദി ഫോളോവിങ് ഈസ് അസോസിയേറ്റഡ് വിത്ത് സ്റ്റേറ്റ് ഓണർഷിപ്പ്? 2 ഓപ്ഷൻ ബി ആണ്. ഓക്കെ, കേരള PSC സാധാരണ എക്സാം എഴുതുന്ന അല്ലെങ്കിൽ അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ആരും തന്നെ ഈ ഒരു എക്സാം കാണേണ്ടതില്ല. ഇതെന്താണ്, കേരള ബാങ്ക് അല്ലേ, ആ ഒരു റിലേറ്റ് ചെയ്തിട്ടുള്ള കോർപ്പറേഷൻ, അതുപോലെ ബാങ്കിങ് റിലേറ്റ് ചെയ്തിട്ടുള്ള സിലബസിൽ നടന്നൊരു എക്സാമാണ്. അപ്പോൾ ബാക്കിയുള്ളവരൊന്നും ഇത് കാണേണ്ട ആവശ്യമില്ല കേട്ടോ. എക്സാം എഴുതിയ ആളുകൾ മാത്രം കാണാൻ വേണ്ടി ശ്രമിക്കുക. അടുത്ത് നോക്കിക്കേ, മൂന്നാമത്തെ ചോദ്യം. ദ ഐഡിയ ഓഫ് കോപ്പറേറ്റീവ് കോമൺവെൽത്ത് വാസ് ഫസ്റ്റ് ഗിവൺ ബൈ ഓപ്ഷൻ എ DR ഗാഡ്ഗിൽ ആണ്. DR ഗാഡ്ഗിൽ. അടുത്ത ചോദ്യം 4. From each according to his capacity to each according to his need is the maxim of ഓപ്ഷൻ സി ആണ്. കമ്മ്യൂണിസം ആണ്. ഓക്കെ, കമ്മ്യൂണിസം. അടുത്ത ചോദ്യം 5. കോർപ്പറേറ്റ് ബോഡി റെപ്രസെൻറ്റ്? 5ൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ്. ബോത്ത് ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി ആൻഡ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. 6. ഹൂ റെക്കമെൻഡ് ദി റിവൈസ്ഡ് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾ ബൈ ICA ഇൻ 1995? 6ൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്. ഡോക്ടർ ഇവാൻ മാക്ഫേഴ്സൺ. ഓക്കെ, 7ാമത്തെ. വിച്ച് എമംഗ് ദി ഫോളോവിങ് ഈസ് നോട്ട് ട്രൂ എബൌട്ട് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ്? 7ൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ് വന്നിരിക്കുന്നത്. കോപ്പറേറ്റീവ് പ്രൊവൈഡ്സ് എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ് ഓൺലി ഫോർ ദി മെമ്പേഴ്സ്. ഓക്കെ, ഓപ്ഷൻ സി ആണ് തെറ്റായത്. അടുത്ത ചോദ്യം നോക്കിക്കേ, 7, 8. 8ാമത്തെ ചോദ്യം. വിച്ച് എമംഗ് ദി ഫോളോവിങ് ഈസ് നോട്ട് ഐഡൻറ്റിഫൈഡ് ആസ് കോപ്പറേറ്റീവ് വാല്യൂസ്? 8ൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. കൺസേൺ ഫോർ കമ്മ്യൂണിറ്റി. 9. ക്യാഷ് ട്രേഡിംഗ് ഈസ് സജസ്റ്റഡ് ആസ് വൺ ഓഫ് ദി കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് ബൈ? 9ൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ്. ഓക്കെ, റോക്ക്ഡേൽ പൈനിയർ ആണ്. 10. കാർവേ കമ്മീഷൻ ഓൺ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് സബ്മിറ്റഡ് ഇറ്റ്സ് റിപ്പോർട്ട് ഇൻ? ഓപ്ഷൻ ബി ആണ്. 1966 ആണ്. 11. ദ വേർഡ് ഫൈൻഡ് റൈഫേഴ്സൺ ഈസ് ഇൻക്ലൂഡഡ് ഇൻ ദി റിപ്പോർട്ട് സബ്മിറ്റഡ് ബൈ? 11ൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ്. സർ ഫെഡറിക് നിക്കോൾസൺ. 12. സ്കെയിൽ ഓഫ് ഫിനാൻസ് ഈസ് പ്രിപ്പയർഡ് ബൈ? 12ൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്. DCB ആണ്. ഓക്കെ, DCB. അടുത്തത് 13. ക്രെഡിറ്റ് ലിമിറ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് പ്രിപ്പയർഡ് ബൈ? ഓപ്ഷൻ എ PACS, പാക്സ് ആണ്. അടുത്തത് 14. പ്രൈസ് ഫ്ലക്ച്വേഷൻ ഫണ്ട് ഈസ് യൂഷ്വലി ക്രിയേറ്റഡ് ബൈ? 14ൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്. മാർക്കറ്റിംഗ് കോപ്പറേറ്റീവ്സ് ആണ്. 15. ദ ഹെഡ് ക്വാർട്ടേഴ്സ് ഓഫ് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഹൗസിംഗ് ഫെഡറേഷൻ ഈസ് അറ്റ്? എവിടെയാണ്? ഓപ്ഷൻ എ ആണ്. കൊച്ചിയാണ് പ്രൊവിഷണൽ ആൻസർ കീ. ഓക്കെ, അടുത്ത ചോദ്യം നോക്കിക്കേ, 16. ഡബിൾ കമ്പാർട്ട്മെൻറ്റൽ സിസ്റ്റം ഈസ് റിലേറ്റഡ് ടു? ഓപ്ഷൻ സി ആണ് വന്നിരിക്കുന്നത്. സ്റ്റോക്ക് റെക്കോർഡ്സ് ഓഫ് കൺസ്യൂമർ കോപ്പറേറ്റീവ്സ്. 17. ദ പ്രിൻറ്റിംഗ് വിങ് ഓഫ് സാഹിത്യ പ്രവർത്തക കോപ്പറേറ്റീവ് സൊസൈറ്റി SPCS ഈസ് നോൺ ആസ്? 17ൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ്. ഇന്ത്യ പ്രസ് ആണ്. 18. നാഷണൽ കോപ്പറേറ്റീവ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ NCDC വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ? ഓപ്ഷൻ ഡി 1963. 19. കോപ്പറേഷൻ ഫ്ലഡ് ഈസ് സ്കീം ഓഫ്? ഓപ്പറേഷൻ ഫ്ലഡ് ഈസ് എ സ്കീം ഓഫ്? ഓപ്പറേഷൻ ഫ്ലഡ് എന്ന് പറയുന്നത് ഓപ്ഷൻ ബി NDDB അല്ലേ, ഡയറിയുമായി ബന്ധപ്പെട്ട NDDB ആണ്. അടുത്തത് 20. സെസ് ഫണ്ട് ഈസ് കോൺസ്റ്റിറ്റ്യൂട്ടഡ് ഫോർ ദി ഡെവലപ്മെൻറ്റ് ഓഫ്? ഓപ്ഷൻ സി ആണ്. ഹാൻഡ്ലൂം കോപ്പറേറ്റീവ്സ് ആണ്. 21. ക്രിപ്കോ വാസ് ഫൗണ്ടഡ് ഇൻ? 21ൻ്റെ ആൻസർ
ഓപ്ഷൻ ബി ആണ് 90-80 ആണ്. 22 വിച്ച് എമംഗ് ദി ഫോളോവിങ് ആർ എൻഗേജ്ഡ് ഇൻ ഫെർട്ടിലൈസർ പ്രൊഡക്ഷൻ ഇൻ കോപ്പറേറ്റീവ് സെക്ടർ. 22ൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ്, IFFCO ആൻഡ് ക്രിപ്കോ. ഓക്കെ, അടുത്ത ചോദ്യം നോക്കിക്കേ. 23 വിച്ച് എമംഗ് ദി ഫോളോവിങ് കണ്ടീഷൻ ടു ബി മെറ്റ് ഇൻ റെപ്രസെൻറ്റ് ഓഫ് പർച്ചേസ് ഓഫ് ഷെയർസ് ബൈ സൊസൈറ്റി യൂസിങ് പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ട്ണർഷിപ്പ് ഫണ്ട് ആൻഡ് സബ്സിഡിയറി സ്റ്റേറ്റ് പാർട്ട്ണർഷിപ്പ് ഫണ്ട്. 23ൻ്റെ ആൻസർ വന്നിരിക്കുന്നത് ഓപ്ഷൻ എ ആണ്, 1ഉം 2ഉമാണ്. ഓക്കെ, 1ഉം 2ഉം. പ്രയർ ഗവൺമെൻറ് അപ്രൂവൽ ഇൻ റൈറ്റിംഗ്. അതുപോലെ തന്നെ ലയബിലിറ്റി ഷുഡ് ബി ലിമിറ്റഡ് ടു എക്സ്റ്റെൻറ്റ് ഓഫ് എമൗണ്ട് പെയ്ഡ് ഓഫ് സച്ച് ഷെയർസ്. 24 നോക്കിക്കേ. ഫോളോവിങ് സ്റ്റേറ്റ്മെൻറ്റ് ആർ റിലേറ്റഡ് ടു nature of state aid to cooperative societies. You are required to identify the incorrect statement ആണ് related to source of fund available to cooperative given below. 24ൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ്, 2ഉം 4ഉമാണ്. ഓക്കെ, 2ഉം 4ഉമാണ് ആൻസർ വന്നിരിക്കുന്നത്. ദ ഗവൺമെൻറ് ഈസ് നോട്ട് എൻറ്റൈറ്റിൽഡ് ടു ഡിവിഡൻഡ് ഓൺ ഷെയർസ് ഓഫ് എനി സച്ച് സൊസൈറ്റി. അതുപോലെ പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ട്ണർഷിപ്പ് ഫണ്ട് ഈസ് പ്രൊവൈഡഡ് ബൈ അപ്പെക്സ് സൊസൈറ്റി ടു സെൻട്രൽ സൊസൈറ്റീസ്. 25 നോക്കിക്കേ. വിച്ച് വൺ ഓഫ് ദി ഫോളോവിങ് ആർ നോട്ട് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് യൂണിറ്ററി ടൈപ്പ് ഓഫ് കോപ്പറേറ്റീവ്സ്. 25ൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്, 1ഉം 4ഉമാണ്. 1 എന്ന് പറയുമ്പോൾ യൂണിറ്ററി സൊസൈറ്റീസ് ഫെസിലിറ്റേറ്റ് അപ്ഹോൾഡിംഗ് കോപ്പറേറ്റീവ് വാല്യൂസ്. അതുപോലെ യൂണിറ്ററി സൊസൈറ്റീസ് ആർ കാൾഡ് സെൻട്രലൈസ്ഡ് സൊസൈറ്റീസ്. ഓക്കെ, അപ്പോൾ ഇന്ന് നടന്ന കോപ്പറേറ്റീവ് ബാങ്ക് അല്ലെങ്കിൽ കേരള ബാങ്ക് ക്ലർക്ക് പരീക്ഷയുടെ ആൻസർ കീ ആണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പ്രൊവിഷണൽ ആൻസർ കീ ആണ്. നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ എങ്ങനെയുണ്ടായിരുന്നു എക്സാം എന്നുള്ള കാര്യമൊക്കെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഓക്കെ, ബാക്കി നമുക്ക് നോക്കാം. 26ാമത്തെ ചോദ്യം നോക്കിക്കേ. ഓക്കെ, 26ാമത്തെ ചോദ്യം. യു ആർ ഗിവൺ വിത്ത് എ സെറ്റ് ഓഫ് ഫാക്ട് ഡിസ്ക്രൈബിംഗ് ദി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഫെഡറൽ ആൻഡ് യൂണിറ്ററി ടൈപ്സ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. ഐഡൻറ്റിഫൈ ദി ഡിസ്റ്റിങ് characteristics in each combination having 3 sets that doesn't describe features of federal type of societies. 26ൻ്റെ ആൻസർ വന്നിരിക്കുന്നത് ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, ഓപ്ഷൻ ഡി. ഓക്കെ, സി എന്ന് പറയുന്നത് 1ആണ്. ഓക്കെ, നിങ്ങൾക്ക് ഇവിടുന്ന് ജസ്റ്റ് ആൻസേഴ്സ് കണ്ടെത്താം കേട്ടോ. 27 നോക്കിക്കേ. ദ ഇൻ്റർ റിലേഷൻഷിപ്പ് എമംഗ് കോപ്പറേഷൻ, കോമ്പറ്റീഷൻ ആൻഡ് കോൺഫ്ലിക്റ്റ് ഈസ് ബെസ്റ്റ് ഡിസ്ക്രൈബ്ഡ് ഇൻ ദി ഫോളോവിങ് ഡെഫിനിഷൻ ഡിസ്ക്രിപ്ഷൻ ഓർ ഓഫ് കോപ്പറേറ്റീവ് എക്സ്പോണൻസ്. മാച്ച് പാർട്ട് 1ഉം പാർട്ട് 2ഉം ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 27ൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ് വരുന്നത്. ഓക്കെ, 1, 3, ബി എന്ന് പറയുന്നത് 4, സി 1, അതുപോലെ ഡി എന്ന് പറയുന്നത് 2. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. 28 ഹു ആർ ഓൾ എക്സംപ്റ്റഡ് ഫ്രം പേയ്മെൻറ്റ് ഓഫ് ഓഡിറ്റ് ഫീസ് ആസ് പെർ കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1969. 28ൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ് വരുന്നത്. എന്ന് പറയുന്നത് 2ഉം 4ഉമാണ് അല്ലേ. 2 എന്ന് പറയുന്നത് എന്താണ്? ഓൾ സോഷ്യൽ വെൽഫെയർ ആൻഡ് ഫാമിംഗ് സൊസൈറ്റീസ് ഹു ഡോണ്ട് അക്സെപ്റ്റ് ഡെപ്പോസിറ്റ് ആൻഡ് ഗ്രാൻഡ് ലോൺസ് അഡ്വാൻസസ്. അതുപോലെ 4 എന്ന് പറയുന്നത് എനി waivers a society until its completed 6th cooperative year after its commencement of business. 29 നോക്കിക്കേ. which of the following is a record maintained by cooperative auditor, a complete and permanent record of work done during the audit of each society in order to facilitate correct compilation of audit. ഓക്കെ, 29ൻ്റെ ആൻസർ വന്നിരിക്കുന്നത് ഓപ്ഷൻ സി ആണ്. സി എന്ന് പറയുന്നത് വർക്കിംഗ് ഷീറ്റാണ്. ഓക്കെ, ഓപ്ഷൻ സി വർക്കിംഗ് ഷീറ്റ്. 30ാമത്തെ ചോദ്യം. ദ ക്യാരക്ടറിസ്റ്റിക്സ് ഫീച്ചർ റിലേറ്റഡ് ടു ഫോർമേഷൻ, ഒബ്ജക്റ്റീവ്സ്, ഫങ്ഷനിങ് ഓഫ് ഡിസൈനർ വേഴ്സസ് ഗ്രീൻ ഹൗസ് കോപ്പറേറ്റീവ് ആർ എൻലിസ്റ്റഡ് ബിലോ. വിച്ച് കോമ്പിനേഷൻ ഓഫ് ഫീച്ചർ ബെസ്റ്റ് ഡിസ്ക്രൈബ് ഗ്രീൻ ഹൗസ് കോപ്പറേറ്റീവ്സ്. ഓക്കെ, 30ൻ്റെ ആൻസർ എന്താണ്? 30ൻ്റെ ആൻസർ തന്നിരിക്കുന്നത് ഓപ്ഷൻ എ ആണ്. എന്ന് പറയുന്നത് 1, 3 ആൻഡ് 4. ഓക്കെ, 1 ലോക്കൽ എഫേർട്സ് ഗ്രോ ഓൺ ദെയർ ഓൺ. അതുപോലെ 3 മൊബിലൈസേഷൻ ഓഫ് ഹിഡൻ റിസോഴ്സസ്. 4 എന്ന് പറയുന്നത് 4 5ആണല്ലേ, ഡിസ്കേഴ്സാണ്. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. 31 ദ ഡിസ്റ്റിങ്ക്റ്റ് അഡ്വാൻറ്റേജസ് in the functioning of single purpose and multi-purpose cooperative societies are enlisted below in column A and B. Identify odd one out in column A and column B
ദാറ്റ് ഡോൺ മാച്ച് ആവാത്താണ് പറഞ്ഞിരിക്കുന്നത്. ടൈറ്റിൽ ടൈപ്സ് ഓഫ് സൊസൈറ്റീസ് ഇൻ സിംഗിൾ ആൻഡ് മൾട്ടിപ്പിൾ പർപ്പസ്. 31 ആൻസർ വന്നിരിക്കുന്നത് ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ സി. ഓക്കെ, അടുത്ത ചോദ്യം 32. ദ ഫോളോവിങ് സ്റ്റേറ്റ്മെൻറ്റ് ആർ റിലേറ്റഡ് ടു ഇവാലുവേറ്റിംഗ് എ കോപ്പറേറ്റീവ് ഓർഗനൈസേഷൻ ഇൻ 3 dimensions ബീയിങ് മെമ്പർ ഡയമെൻഷൻ, എൻ്റർപ്രൈസ് ഡയമെൻഷൻ ആൻഡ് എത്തിക്കൽ ഡയമെൻഷൻ. ക്ലാസിഫൈ ദി സ്റ്റേറ്റ്മെൻറ്റ് ഇൻ ടു 3 dimensional അപ്രോപ്രിയേറ്റ്. ഓക്കെ, 32 ആൻസർ ഓപ്ഷൻ സി ആണ് തന്നിരിക്കുന്നത്. ഓപ്ഷൻ സി എന്ന് പറയുന്നത് 3, 1, 4 അതുപോലെ 2, 5. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. 33. സെക്ഷൻ 65 ഓഫ് കേരള, സെക്ഷൻ 65 ഓഫ് കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് ഈസ് റിലേറ്റഡ് ടു പേയ്മെൻറ്റ് ഓഫ് ഓഡിറ്റ് ഫീസ് ഫോർ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സൊസൈറ്റീസ്. ഐഡൻറ്റിഫൈ ദി ബേസിസ് ഓഫ് ചാർജിങ് ഓഡിറ്റ് ഫീസ് ഇൻ കേസസ് ഓഫ് സൊസൈറ്റീസ് ലിസ്റ്റഡ് ബിലോ. 33 ആൻസർ തന്നിരിക്കുന്നത് ഓപ്ഷൻ ഡി ആണ്. ഡി എന്ന് പറയുന്നത് 2, 4, 3, 1. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. 34 ചോദ്യം. ദ ഹയറാർക്കിക്കൽ സ്ട്രക്ചർ ഓഫ് അഡ്മിനിസ്ട്രേറ്റീവ് സെറ്റപ്പ് ഓഫ് കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റ് ഈസ് റെപ്രസെൻറ്റ് ബിലോ. 34 ആൻസർ തന്നിരിക്കുന്നത് ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, ഓപ്ഷൻ ഡി എന്ന് പറയുന്നത് 2, 1, 4, 3. ഓക്കെ, അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. 35. വിത്ത് റെസ്പെക്റ്റ് ഓഫ് പ്രിപ്പറേഷൻ ഓഫ് ഓഡിറ്റ് മെമ്മോറാണ്ടം, ഓഡിറ്റ് റിപ്പോർട്ട് ആൻഡ് ഓഡിറ്റ് സർട്ടിഫിക്കറ്റ്, വിച്ച് ഓഫ് ദി ഫോളോവിങ് ഫാക്ട്സ് ആർ കറക്റ്റ്. 35 ആൻസർ ഓപ്ഷൻ ബി ആണ് തന്നിരിക്കുന്നത്. 1 കറക്റ്റ്, 2 കറക്റ്റ്, 3 കറക്റ്റ്, 4 കറക്റ്റ്. ഓക്കെ, അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. 36. ഒരുപാട് ഇതുപോലെ സ്റ്റേറ്റ്മെൻറ്റും അല്ലെങ്കിൽ എന്താണ് മാച്ച് ദ ഫോളോയിങ് ഒക്കെ ഒരുപാട് വന്ന ഒരു പരീക്ഷയാണല്ലേ. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയുണ്ടായിരുന്നു പരീക്ഷ, അതുപോലെ ടൈം കിട്ടിയോ എന്നുള്ള കാര്യം കൂടി ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. ഓക്കെ, ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. 36 ചോദ്യം. വിച്ച് വൺ ഓഫ് ദി ഫോളോവിങ് ഈസ് ഓർ ആർ ടു ബി പബ്ലിഷ്ഡ് ഓർ എക്സിബിറ്റഡ് ബൈ സൊസൈറ്റീസ് ഇൻ ദി നോട്ടീസ് ബോർഡ് ഓഫ് സൊസൈറ്റി. 36 ആൻസർ വന്നിരിക്കുന്നത് ഓപ്ഷൻ സി ആണ്. 1, 2, 4, 5 ഓൺലി. ഓക്കെ, ഓഡിറ്റ് സർട്ടിഫിക്കറ്റ്, അതുപോലെ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ആർ ആൻഡ് ഡി ഓഫ് ദി ഇയർ, അതുപോലെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ് എന്നിവയാണ് വരുന്നത്. 37. ദ ഫോളോവിങ് സ്റ്റേറ്റ്മെൻറ്റ് ആർ റിലേറ്റഡ് ടു ഡ്യൂട്ടീസ് പവേഴ്സ് ഓഫ് രജിസ്ട്രാർ related to settlement of dispute. Identify the statement inappropriate as per provision of Kerala Cooperative Societies Act. 37 ആൻസർ എന്ത് വന്നിരിക്കുന്നത് ഓപ്ഷൻ ഡി ആണ്. 4ഉം 5ഉം മാത്രമാണ്. ഓക്കെ, 4, 5 എന്ന് പറയുന്നത് ഡിസ്പ്യൂട്ട് ഇൻ കണക്ഷൻ വിത്ത് എംപ്ലോയ്മെൻറ്റ് ഓഫ് ഓഫീസേഴ്സ് ആൻഡ് ദെയർ പ്രൊമോഷൻ ആൻഡ് ഇൻഡേഴ്സ് സീനിയോറിറ്റി ആർ ടു ബി അഡ്ജുക്കേറ്റഡ് ബൈ ദി രജിസ്ട്രാർ. 5 എന്ന് പറയുന്നത് രജിസ്ട്രാർ ഹാസ് ദ പവർ ടു adjudicate upon the service dispute in the society. അടുത്ത ചോദ്യം നോക്കിക്കേ. 38 ചോദ്യം. വിച്ച് ഓഫ് ദി ഫോളോവിങ് combination of nature of dispute and authority to whom it shall be referred is correct. 38 ആൻസർ ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബി എന്താണ്? 1ഉം 4ഉമാണ്. 1, 4 എന്ന് പറയുമ്പോൾ നോൺ മോണിറ്ററി ഡിസ്പ്യൂട്ട് ബിറ്റ്വീൻ സൊസൈറ്റി ആൻഡ് ക്രെഡിറ്റർ ഓഫ് സൊസൈറ്റി, കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോർട്ട്, അതുപോലെ മോണിറ്ററി ഡിസ്പ്യൂട്ട് ബിറ്റ്വീൻ സൊസൈറ്റി ആൻഡ് ക്രെഡിറ്റ് ഓഫ് സൊസൈറ്റി രജിസ്ട്രാർ. ഓക്കെ, 39 ചോദ്യം. വെൻ എവർ വേർ ഈസ് എ ഇൻകൺസിസ്റ്റൻസി ഓർ റെപ്പിഗ്നൻസി എക്സിസ്റ്റ് between the provisions of the Kerala Cooperative Societies Act and the Industrial Disputes Act, which one of the following hold true? ഏതാണ് 39 ആൻസർ ഓപ്ഷൻ ബി ആണ്. ID ആക്ട് പ്രിവെയിൽ ഓവർ KCS ആക്ട്. ഓക്കെ, അടുത്ത ചോദ്യം 40. വിത്ത് റെസ്പെക്റ്റ് ടു നേച്ചർ, പവർ ആൻഡ് ഫങ്ഷൻ ഓഫ് കോപ്പറേറ്റീവ് ആർബിട്രേഷൻ ട്രിബ്യൂണൽ, വിച്ച് ഓഫ് ദി ഫോളോവിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ഓർ ആർ ഇൻഅപ്രോപ്രിയേറ്റ്? 40 ആൻസർ ഓപ്ഷൻ ഡി ആണ്. ഡി എന്ന് പറയുന്നത് 1 ഓൺലിയാണ്. 1 എന്ന് പറയുമ്പോൾ CAT ഈസ് ദ ഫോറം സബോർഡിനേറ്റ് ടു ദി രജിസ്ട്രാർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. അടുത്ത ചോദ്യം നോക്കിക്കുക. 41. മാച്ച് ദ ഫോളോവിങ് ഫാക്ട്സ് ഓൺ അപ്പീൽ ടു ട്രൈബ്യൂണൽ, അവാർഡ്, റിവ്യൂ ആൻഡ് റിവിഷൻ ഓഫ് പെറ്റീഷൻ ഇൻ റിലേഷൻ ടു സെറ്റിൽമെൻറ്റ് ഓഫ് ഡിസ്പ്യൂട്ട് ഇൻ കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. 41 ആൻസർ ഓപ്ഷൻ എ ആണ്. 1C, 2D, 3A, 4B.
ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. ജസ്റ്റ് ഒന്ന് പറയാമല്ലേ. ടൈം ലിമിറ്റ് ഫോർ ഫില്ലിംഗ് അപ്പീൽ ടു ട്രൈബ്യൂണൽ എന്ന് പറയുന്നത് 60 ദിവസമാണ്. റീസണബിൾ ടൈം ലിമിറ്റ് ഫോർ റിവിഷൻ പെറ്റീഷൻ എന്ന് പറയുന്നത് 90 ദിവസമാണ്. പീരിയഡ്സ് ഓഫ് ലിമിറ്റേഷൻ എന്ന് പറയുന്നത് 30 ദിവസമാണ്. അപ്ലിക്കേഷൻ ഫോർ റിവ്യൂ എന്ന് പറയുന്നത് 90 ദിവസമാണ്. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. 42ാമത്തെ ചോദ്യം. ദ നേച്ചർ ആൻഡ് ടൈപ്പ് ഓഫ് സ്റ്റേറ്റ് എയ്ഡ് ടു കോപ്പറേറ്റീവ് ആൻഡ് depict the following table. Match the section as per Cooperative Societies Act and type or feature of state aid to cooperative appropriately. 42ൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ് വന്നിരിക്കുന്നത്. ഓപ്ഷൻ സി എന്ന് പറയുന്നത് CADB എന്നുള്ളതാണ്. അതായത് ഡയറക്റ്റ് സബ്സ്ക്രിപ്ഷൻ ടു ഷെയർ ക്യാപിറ്റൽ ബൈ ഗവൺമെൻറ് എന്നുള്ളത് സെക്ഷൻ 42. പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ട്ണർഷിപ്പ് ഫണ്ട് എന്നുള്ളത് സെക്ഷൻ 44. ഡിസ്പോസൽ ഓഫ് PS, PF അതുപോലെ SSPF എന്നുള്ളത് ഓപ്ഷൻ ഡി സെക്ഷൻ 53. ഡിസ്പോസൽ ഓഫ് ഷെയർ ക്യാപിറ്റൽ ഓർ ഡിവിഡൻഡ് എന്ന് പറയുന്നത് സെക്ഷൻ 50. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. 43. വിച്ച് വൺ ഓഫ് ദി ഫോളോവിങ് കോമ്പിനേഷൻ ഡസ് കോൺസ്റ്റിറ്റ്യൂട്ട് എ ഫോം ഓഫ് സ്റ്റേറ്റ് എയ്ഡ് ടു സൊസൈറ്റീസ്? 43ൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. നൺ ഓഫ് ദി എബോവ് ആണ് വരുന്നത്. ഓക്കെ, ഇവയൊന്നുമല്ല. അടുത്ത ചോദ്യം 44ാമത്തെ ചോദ്യം. ഇഫ് എ സൊസൈറ്റി ഇൻ വിച്ച് ഷെയർസ് ആർ പർച്ചേസ്ഡ് ഫ്രം ദി മണി ഇൻ ദി സബ്സിഡിയറി സ്റ്റേറ്റ് പാർട്ട്ണർഷിപ്പ് ഫണ്ട് ഈസ് ഡിസോൾവ്ഡ് ഓർ വോണ്ട് അപ്പ് ദ അതോറിറ്റീസ് having claim against central society which purchased shares in respect of any loss arising from such purchases. 44ൻ്റെ ആൻസർ വന്നിരിക്കുന്നത് ഓപ്ഷൻ ഡി ആണ്. നെയ്തർ ഗവൺമെൻറ് നോർ അപ്പെക്സ് സൊസൈറ്റീസ്. ഓക്കെ, അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. 45ാമത്തെ ചോദ്യം. കൺസിഡർ ദി ഫോളോവിങ് സ്റ്റേറ്റ്മെൻറ്റ് ഓൺ വോട്ടിംഗ് റൈറ്റ്സ് ആസ് പെർ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1912 ആണ് ചോദിച്ചിരിക്കുന്നത്. 45ാമത്തെ ചോദ്യം ഓപ്ഷൻ ഡി ആണ് വരുന്നത്. ഓൾ ഓഫ് ദി വന്നിരിക്കുന്നത്. ഇൻ ലിമിറ്റഡ് ലയബിലിറ്റി സൊസൈറ്റീസ് വോട്ടിംഗ് റൈറ്റ് ഈസ് ഡിസൈഡഡ് ബൈ ദി ബൈലോ ഓഫ് സൊസൈറ്റി. അതുപോലെ ഇൻ സൊസൈറ്റീസ് വിത്ത് അൺലിമിറ്റഡ് ലയബിലിറ്റി വോട്ടിംഗ് റൈറ്റ് ഈസ് ലിമിറ്റഡ് ടു 1 vote per member. The proxy appointed by the registered society for voting in the affairs of another society should be its member. ഓക്കെ, കറക്റ്റാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ ഡി ആണ് വരുന്നത്. അടുത്ത ചോദ്യം 46. വിച്ച് വൺ ഓഫ് ദി ഫോളോവിങ് ഈസ് നോട്ട് ഹൈലൈറ്റ് ഓഫ് നാഷണൽ ഡെവലപ്മെൻറ്റ് കൗൺസിൽ റെസൊല്യൂഷൻ ഓൺ കോപ്പറേഷൻ ഓഫ് 1958? 46ൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ് വന്നിരിക്കുന്നത്. മൾട്ടി ഏജൻസി അപ്രോച്ച് ഇൻ ഡെവലപ്പിംഗ് കോപ്പറേറ്റീവ്സ്. ഓക്കെ, 47ാമത്തെ ചോദ്യം. ഐഡൻറ്റിഫൈ ദി റോങ് സ്റ്റേറ്റ്മെൻറ്റ് ഫ്രം ദി ഫോളോവിങ് ഓൺ കമ്മിറ്റി ഓൺ കോപ്പറേറ്റീവ് ലോ 1957. ഓക്കെ, 47ാമത്തെ ചോദ്യം ഓപ്ഷൻ എ ആണ് വന്നിരിക്കുന്നത്. ദ കമ്മിറ്റി വാസ് കോൺസ്റ്റിറ്റ്യൂട്ടഡ് ബൈ ദി ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് അഗ്രികൾച്ചർ ആൻഡ് കോപ്പറേഷൻ, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. ഓക്കെ, ഓപ്ഷൻ എ ആണ്. 48. ഹൂ എമംഗ് ദി ഫോളോവിങ് വാസ് ദ ചെയർമാൻ ഓഫ് കമ്മിറ്റി ഓൺ മോഡൽ കോപ്പറേറ്റീവ് ആക്ട് അപ്പോയിൻറ്റഡ് ബൈ ദി പ്ലാനിംഗ് കമ്മീഷൻ ഇൻ 1991? 48ൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്. ചൗധരി ബ്രാം പ്രകാശ് അല്ലേ? ഓക്കെ, പ്രകാശ്. ഓക്കെ, അടുത്ത ചോദ്യം 49. ആസ് പെർ ദി പ്രൊവിഷൻ ഓഫ് ദി മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 2002 areas of cooperation of society means which of the following? 49ൻ്റെ ആൻസർ വന്നിരിക്കുന്നത് ഓപ്ഷൻ ഡി ആണ്. ദ ഏരിയ ഫ്രം വിച്ച് ദ പേഴ്സൺ ആർ അഡ്മിറ്റഡ് ആസ് മെമ്പേഴ്സ്. ഓക്കെ, 50ാമത്തെ ചോദ്യം. അറേഞ്ച് ദി ഫോളോവിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻ ദി ക്രോണോളജിക്കൽ ഓർഡർ of its formation. Select your answer from the choice given below. 50ൻ്റെ ആൻസർ വന്നിരിക്കുന്നത് ഓപ്ഷൻ എ ആണ്. 2, 3, 1 ആണ്. ഓക്കെ, ക്രോണോളജിക്കൽ ഓർഡറാണ് ചോദിച്ചിരിക്കുന്നത്. ട്രിവാൻഡ്രം സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്ക് ആദ്യം, അതുപോലെ ദ മലബാർ കോപ്പറേറ്റീവ് സെൻട്രൽ ബാങ്ക് രണ്ടാമതായി, പിന്നീട് ദ കൊച്ചിൻ സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്ക്. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. 50 ചോദ്യങ്ങളാണ് നമ്മൾ നോക്കിയത്. ഇന്ന് നടന്ന പരീക്ഷയുടെ കോപ്പറേറ്റീവ് ബാങ്ക് അല്ലെങ്കിൽ കേരള ബാങ്ക് ക്ലർക്കിൻ്റെ
പ്രൊവിഷണൽ ആൻസർ കീയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് എങ്ങനെയുണ്ടായിരുന്നു എക്സാം എന്നുള്ളത് ജസ്റ്റ് ഒന്ന് പറയണേ. ഒപ്പം നമ്മുടെ PSC പരീക്ഷയുടെ എല്ലാ നോട്ടിഫിക്കേഷൻസും അപ്ഡേഷനൊക്കെ പെട്ടെന്ന് തന്നെ നിങ്ങളിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അടുത്ത ചോദ്യം നോക്കിക്കുക, 51. ഇൻ ബാങ്കിങ് സേഫ്റ്റി ഈസ് ട്രീറ്റഡ് ആസ് cardinal principle of lending. Which of the following statement is best? Explain it. 51ാമത്തെ ചോദ്യം ആൻസർ ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ സി എന്ന് പറയുന്നത് 1, 2, 3 ആണ്. 1, 2, 3 പറയുമ്പോൾ ഇറ്റ് ഈസ് ബോറോസ് കപ്പാസിറ്റി ടു പേ, അതുപോലെ ഇറ്റ് ബോറോസ് വില്ലിങ്നെസ് ടു പേ, ഇറ്റ് ബോറോസ് കപ്പാസിറ്റി ടു ഇൻകം ജനറേഷൻ. 52. വിച്ച് ഓഫ് ദി ഫോളോവിങ് ഈസ് നോട്ട് കൺസിഡേർഡ് ആസ് ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഡ്രോൺ ഓൺ ബാങ്കേഴ്സ്. 52ൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ് വന്നിരിക്കുന്നത്. ബിൽ റീഡിസ്കൗണ്ടഡ് ബൈ അനദർ ബാങ്ക്. ഓക്കെ, ബാങ്കർ. ഓക്കെ, അടുത്ത ചോദ്യം 53. വിച്ച് ഓഫ് ദി ഫോളോവിങ് ഫാക്ടേഴ്സ് ക്യാൻ ഡയറക്ട്ലി അഫക്റ്റ് ദി ക്രെഡിറ്റ് ക്രിയേഷൻ എബിലിറ്റി ഓഫ് ദി ബാങ്ക്സ്. 53ൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ് വന്നിരിക്കുന്നത്. 1ഉം 3ഉമാണ്. ഓക്കെ, ക്യാഷ് റിസർവ് റേഷ്യോ, അതുപോലെ സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ. 54. ദ വേർഡ് ബാങ്ക് ഈസ് ഡീംഡ് ടു ബി ഹാവ് ഒറിജിനേറ്റഡ് ഫ്രം വിച്ച് ഓഫ് ദി ഫോളോവിങ്. അല്ല, ബാങ്ക് എവിടെ നിന്നാണെന്ന്. 54ാമത്തെ ചോദ്യം ഓപ്ഷൻ ബി ആണ്, ബാങ്കോ. അല്ലേ, BANCOയിൽ നിന്നാണ് ബാങ്ക് വന്നിരിക്കുന്നത്. അടുത്ത ചോദ്യം 55. ദ ഫോളോവിങ് സ്റ്റേറ്റ്മെൻറ്റ് ആർ ഓൺ മോണിറ്ററി പോളിസി കമ്മിറ്റി ഐഡൻറ്റിഫൈ ദി റോങ് സ്റ്റേറ്റ്മെൻ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. 55 ഓപ്ഷൻ എ ആണ്. ദ ഇൻഫ്ലേഷൻ ടാർഗറ്റ് ഫോർ പേഴ്സൺ പീരിയഡ് ഈസ് ബിറ്റ്വീൻ 1% PA ആൻഡ് 7% അപ്പറും. ഓക്കെ, അടുത്ത ചോദ്യം 56. വിച്ച് വൺ ഓഫ് ദി ഫോളോവിങ് ഈസ് കൺസിഡേർഡ് ആസ് ദി പോളിസി റേറ്റ് ഇൻ മോണിറ്ററി പോളിസി സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഇന്ത്യ. 56ൻ്റെ ആൻസർ വന്നിരിക്കുന്ന ഓപ്ഷൻ ഡി ആണ്, റിപ്പോ റേറ്റ് ആണ്. അടുത്ത ചോദ്യം 57. ഫോളോവിങ് സ്റ്റേറ്റ്മെൻറ്റ് ആർ റിലേറ്റഡ് ടു ദി ഹിസ്റ്ററി ഓഫ് RBI. ഐഡൻറ്റിഫൈ ദി റോങ് സ്റ്റേറ്റ്മെൻറ്റ്. 57ൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്. ദ അക്കൗണ്ടിങ് ഇയർ RBI ഡ്യൂറിങ് ഇറ്റ്സ് ഇൻസ്പെക്ഷൻ വാസ് ഫ്രം ജൂലൈ ടു ജൂൺ. അടുത്ത ചോദ്യം 58. ദ ഫോളോവിങ് ആർ ദി സ്റ്റേറ്റ്മെൻറ്റ് ഓൺ RBI റോൾ ഓൺ ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെൻറ്റ്. ഐഡൻറ്റിഫൈ ദി റോങ് സ്റ്റേറ്റ്മെൻ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. 58 ഓപ്ഷൻ എ ആണ്. റൂൾസ് ഓൺ കറൻറ്റ് അക്കൗണ്ട് ട്രാൻസാക്ഷൻ ആർ നോട്ടിഫൈഡ് ബൈ ദി RBI. 59. കൺസിഡർ ദി ഫോളോവിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് റിഗാർഡിംഗ് ദി ഹിസ്റ്ററി ഓഫ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. യു ആർ റിക്വസ്റ്റഡ് ടു ഐഡൻറ്റിഫൈ ദി റോങ് സ്റ്റേറ്റ്മെൻറ്റ്. 59ൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ്. ബാങ്ക് ഓഫ് ബംഗാൾ വാസ് ഫോംഡ് ഇൻ 89 ആൻഡ് ടേക്ക് ഓവർ ബാങ്ക് ഓഫ് കൽക്കട്ട. ഓക്കെ, അടുത്ത ചോദ്യം 60ാമത്തെ ചോദ്യം. ഫോളോവിങ് സ്റ്റേറ്റ്മെൻറ്റ് ആർ ഓൺ ദി നാഷണൽ ക്രെഡിറ്റ് കൗൺസിൽ. യു ആർ റിക്വസ്റ്റഡ് ടു ഐഡൻറ്റിഫൈ ദി റോങ് സ്റ്റേറ്റ്മെൻറ്റ്. 60ൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ് വന്നിരിക്കുന്നത്. ഇറ്റ് ലെഡ് ടു ദി ഫോർമേഷൻ ഓഫ് നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ്, നബാർഡ്. അല്ലേ, അടുത്ത് 61. ബിലോ ഗിവൺ സ്റ്റേറ്റ്മെൻറ്റ് ആർ ഓൺ ദി ലീഡ് ബാങ്ക് സ്കീം. യു ആർ റിക്വസ്റ്റഡ് ടു ഐഡൻറ്റിഫൈ ദി റോങ് സ്റ്റേറ്റ്മെൻറ്റ്. 61ൻ്റെ ആൻസർ വന്നിരിക്കുന്നത് ഓപ്ഷൻ എ ആണ്. ഇറ്റ് വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ദി ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഇൻ ഡിസംബർ 1969. 62. ദ ഫോളോവിങ് വിച്ച് ഈസ് ദ ഫസ്റ്റ് റീജിയണൽ റൂറൽ ബാങ്ക് ഇൻ ഇന്ത്യ. 62ൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്, പ്രഥമ ബാങ്ക് ഉത്തർപ്രദേശാണ്. 63. വിച്ച് വൺ ഓഫ് ദി ഫോളോവിങ് ഈസ് നോട്ട് റെക്കമെൻഡേഷൻ ഓഫ് ദി കമ്മിറ്റി ഓൺ ഫിനാൻഷ്യൽ സിസ്റ്റം. നരസിംഹ കമ്മിറ്റി 1ൻ്റെയാണ് ചോദിച്ചിരിക്കുന്നത്. 63 ഓപ്ഷൻ സി ആണ്. ദ ബാങ്ക്സ് ടു റെഡ്യൂസ് ദെയർ NPA ടു 3% ബൈ 2002. അടുത്ത ചോദ്യം 64ാമത്തെ ചോദ്യം. ദ ഫോളോവിങ് ആർ ഫീച്ചർ ഓഫ് പേയ്മെൻറ്റ് ബാങ്ക്സ്. ഐഡൻറ്റിഫൈ ദി റോങ് വൺ. അല്ലേ, തെറ്റാതാണ് ചോദിച്ചിരിക്കുന്നത്. 64ൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്. ഇറ്റ് ഈസ് നോട്ട് കവേർഡ് ബൈ ദി ബാങ്കിങ് ഓംബുഡ്സ്മാൻ സ്കീം. ഓക്കെ, അടുത്ത ചോദ്യം 65. ഫോളോവിങ് സ്റ്റേറ്റ്മെൻറ്റ് ആർ ഓൺ സ്മാൾ ഫിനാൻസ് ബാങ്ക്സ്. ഐഡൻറ്റിഫൈ ദി റോങ് സ്റ്റേറ്റ്മെൻറ്റ്. 65ൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ്. SFBs ആർ റിക്വയർഡ് ടു ഓപ്പൺ അറ്റ്ലീസ്റ്റ് 50% ഓഫ് ബ്രാഞ്ചസ് ഇൻ അൺബാങ്ക്ഡ് റൂറൽ സെൻറ്റേഴ്സ്. അടുത്ത ചോദ്യം 66. ആസ് പെർ ബാങ്കിങ് റെഗുലേഷൻ ആക്ട് 1949 ബാങ്കിങ് കമ്പനി ക്യാൻ പേ ഡിവിഡൻഡ് ഓൺലി ഓൺ സാറ്റിസ്ഫൈയിങ് ദി ഫോളോവിങ് കണ്ടീഷൻ എക്സെപ്റ്റ്. 66 ഓപ്ഷൻ ബി ആണ്.
provisioning 25% of net profit to risk reserved fund. 67ാമത്തെ ചോദ്യം, കൺസിഡർ ദി ഫോളോവിങ് സ്റ്റേറ്റ്മെൻറ്റ് ഓൺ ഡെപ്പോസിറ്റർ എഡ്യൂക്കേഷൻ ആൻഡ് അവയർനെസ് ഫണ്ട് DF. ഐഡൻറ്റിഫൈ ദി റോങ് സ്റ്റേറ്റ്മെൻ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ സി ആണ്. എ പ്രയർ അപ്രൂവൽ ഫ്രം ദി RBI ഈസ് റിക്വയർഡ് ഫോർ ഗിവിംഗ് ബാക്ക് ദി എമൗണ്ട് ട്രാൻസ്ഫർ ടു DF to the consumer. Okay, customer. Okay, അടുത്ത ചോദ്യം 68, the statement given below are related to the inspection under section 35 of the Banking Regulation Act 1949. Identify the statement which is wrong. തെറ്റേതാണ് ചോദിച്ചിരിക്കുന്നത്. 68ൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. ബോത്ത് the inspection and scrutiny is to be done by the person who passes the qualification to audit the account and books of the banking company. അടുത്ത ചോദ്യം 69, below given statement are the voluntary winding up of banking company. Identify the wrong statement ആണ്. 69 ഓപ്ഷൻ ബി ആണ്. The voluntarily winding up shall be completed within 360 days which can be extended by the court by another 360 days. ഓക്കെ, അടുത്ത ചോദ്യം 70, the integrated ombudsman scheme 2021 cover all previous ombudsman schemes except ഓപ്ഷൻ സി ആണ്. the ombudsman scheme for foreign banks 2007. ഓക്കെ, അടുത്ത ചോദ്യം ഓപ്ഷൻ സി ആണ് 70 വരുന്നത്. അടുത്ത ചോദ്യം 71, 1 the secured portion of the doubtful assets for the period of 1 to 3 years to be changed a provision of 71. ഓപ്ഷൻ ഡി ആണ്. 40% ആണ്. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. 72ാമത്തെ ചോദ്യം, എസെൻഷ്യൽ ക്യാരക്ടറിസ്റ്റിക് ഓഫ് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ് ഈസ് ഓർ ആർ. 72ൻ്റെ ആൻസർ വന്നിരിക്കുന്ന ഓപ്ഷൻ സി ആണ്. ബോത്ത് എ ആൻഡ് ബി ആണ്. ടൈറ്റിൽ ആൻഡ് റൈറ്റ് ടു സ്യൂ. ഓക്കെ, 73, in 1999 the government of India started dash to promote self-employment in rural areas by developing and skilling SHGs. ഓക്കെ, 73ൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്. സ്വർൺ ജയന്തി ഗ്രാം. ഓക്കെ, ഓപ്ഷൻ ബി ആണ്. സർവീസ് യോജന. ഓക്കെ, അടുത്ത ചോദ്യം 74ാമത്തെ ചോദ്യം അല്ലേ. 74ാമത്തെ ചോദ്യം, ക്യാമൽസ് റേറ്റിംഗ് ഓഫ് ബാങ്ക്സ് മീൻസ്. 74ൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ് വരുന്നത്. ക്യാപിറ്റൽ ആഡിക്വസി, അസറ്റ് ക്വാളിറ്റി മാനേജ്മെൻറ്റ്, ക്യാപ്പബിലിറ്റി, ഏണിങ്സ്, ലിക്വിഡിറ്റി ആൻഡ് സെൻസിറ്റിവിറ്റി ടു മാർക്കറ്റ് റിസ്ക്. അടുത്ത ചോദ്യം 75, ഫൈൻഡ് ഔട്ട് ദി സ്പെഷ്യൽ ടൈപ്സ് ഓഫ് കസ്റ്റമേഴ്സ് ഓഫ് ബാങ്ക്. 75ൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. ഓൾ ഓഫ് ദി എബോ എല്ലാം വരുന്നുണ്ട്. ജോയിൻ്റ് അക്കൗണ്ട് ഹോൾഡേഴ്സ്, മൈനേഴ്സ്, നോൺ ട്രേഡിംഗ് കമ്പനീസ്. 76 വീണ്ടും മാച്ച് ദി ഫോളോയിങ് ആണ്. 76ൻ്റെ ആൻസർ വന്നിരിക്കുന്നത് ഓപ്ഷൻ ഡി ആണ്. 1B, 2D, 3A, 4C. ഓക്കെ, കോർ ബാങ്കിങ് എന്ന് പറയുന്നത് വേരിയസ് ഡെലിവറി ചാനൽസാണ്. മണി ലോണ്ടറിങ് എന്ന് പറയുന്നത് കൺവേർട്ടിംഗ് ബ്ലാക്ക് മണിയാണ്. ട്രോജൻ ഹോഴ്സസ് എന്ന് പറയുന്നത് സ്റ്റീൽ ലോഗിൻ ഇൻഫർമേഷൻ. ഓൺലൈൻ ബാങ്കിങ് എന്ന് പറയുന്നത് ബിൽ പേയ്മെൻറ്റ്. ഓക്കെ, അടുത്ത ചോദ്യം 77ാമത്തെ ചോദ്യം, ദ RBI ഇൻട്രൊഡ്യൂസ്ഡ് ദി ബാങ്കിങ് ഓംബുഡ്സ്മാൻ സ്കീം ഇൻ. ഓപ്ഷൻ എ 1995. അടുത്ത ചോദ്യം 78, കൺസിഡർ ദി ഫോളോവിങ് സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് ഫൈൻഡ് ദി കറക്റ്റ് വൺ. 78ൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ്. ക്രോപ്പ് ലോൺസ് ആർ യൂഷ്വലി ഷോർട്ട് ടേം ആണ്. 79, കൺസിഡർ ദി ഫോളോവിങ് സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് ഫൈൻഡ് ഔട്ട് ദി കറക്റ്റ് വൺ. 79ൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ്. ബോത്ത് എ ആൻഡ് ബി ആർ കറക്റ്റ്. ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഈസ് ആൻ അൺകണ്ടീഷണൽ ഓർഡർ. ഇൻ ദി കേസ് ഓഫ് promissory note there is no notice is required to the maker. അടുത്ത ചോദ്യം 80ാമത്തെ ചോദ്യം, സ്വിഫ്റ്റ് സ്റ്റാൻഡ്സ് ഫോർ അല്ല. സ്വിഫ്റ്റിൻ്റെ ഫുൾ ഫോമാണ് ചോദിച്ചിരിക്കുന്നത്. 80ൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. സൊസൈറ്റി ഫോർ വേൾഡ് വൈഡ് ഇൻ്റർ ബാങ്ക് ഫിനാൻഷ്യൽ ടെലികമ്മ്യൂണിക്കേഷൻസ്. അടുത്ത ചോദ്യം 81, എക്സ്പാൻഡ് SARFAESY. ഓക്കെ, അതിൻ്റെ ഫുൾ ഫോമാണ് ചോദിച്ചിരിക്കുന്നത്. 81ൻ്റെ ആൻസർ വന്നിരിക്കുന്നത് ഓപ്ഷൻ ബി ആണ്. സെക്യൂരിറ്റൈസേഷൻ ആൻഡ് റീകൺസ്ട്രക്ഷൻ ഓഫ് ഫിനാൻഷ്യൽ അസറ്റ്സ് ആൻഡ് എൻഫോഴ്സ്മെൻറ്റ് ഓഫ് സെക്യൂരിറ്റി ഇൻട്രസ്റ്റ് ആണ്. അടുത്ത ചോദ്യം KYCയുടെ ഫുൾ ഫോമാണ് ചോദിച്ചിരിക്കുന്നത്. 82ൻ്റെ ആൻസർ ഓപ്ഷൻ എ, നോ യുവർ
കസ്റ്റമർ അല്ലേ, KYC നോ യുവർ കസ്റ്റമർ. അടുത്ത ചോദ്യം 83ാമത്തെ ചോദ്യം, കൺസിഡർ ദി ഫോളോവിങ് സ്റ്റേറ്റ്മെൻറ്റ്. 83 ഓപ്ഷൻ ബി ആണ് വരുന്നത്. ദർ ഈസ് നോ മാക്സിമം ട്രാൻസ്ഫർ ലിമിറ്റ് ടു RTGS. അടുത്ത ചോദ്യം 84 MICR അല്ലേ, MICRൻ്റെ ഫുൾ ഫോമാണ് ചോദിച്ചിരിക്കുന്നത്. 84ൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ്, മാഗ്നറ്റിക് ഇങ്ക് ക്യാരക്ടർ റെക്കഗ്നീഷനാണ് MICR. അടുത്ത ചോദ്യം 85 നബാർഡ് വാസ് സെറ്റപ്പ്. നബാർഡ് എന്നാണ് സെറ്റപ്പ് ചെയ്തത്. 85 ഓപ്ഷൻ എ ആണ്, 1982 അല്ലേ, 12/7/1982 ആണ്. അടുത്ത ചോദ്യം 86ാമത്തെ ചോദ്യം, ഡാഷ് ഈസ് ഇഷ്യൂഡ് ബൈ ദി ഇന്ത്യൻ പബ്ലിക് സെക്ടർ ബാങ്ക്സ് ടു ദി ഫാമേഴ്സ് ഓഫ് ഇന്ത്യ. 86ൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്, കിസാൻ ക്രെഡിറ്റ് കാർഡാണ്. ഓക്കെ. അടുത്ത ചോദ്യം 87 IFSC സ്റ്റാൻഡ് ഫോർ. 87ാമത്തെ ചോദ്യം ഓപ്ഷൻ സി ആണ്, ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റം കോഡാണ് IFSC അല്ലേ. അടുത്ത ചോദ്യം 88 ഇൻ കേസ് ഓഫ് ദി ജനറൽ ക്രോസിംഗ് ഓഫ് ചെക്ക്. 88ൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ്, റിക്വയർഡ് 2 lanes അക്രോസ് ദി ചെക്ക്. 89 ഡാഷ് ഈസ് എ സോഷ്യൽ സെക്യൂരിറ്റി സ്കീം ഇംപ്ലിമെൻറ്റഡ് ബൈ ദി ഗവൺമെൻറ് ഓഫ് ഇന്ത്യ വിച്ച് പ്രൊവൈഡ്സ് റിസ്ക് coverage of rupees 2 lakh for accidental death and full disability and rupees 1 lakh for partial disability. 89ൻ്റെ ആൻസർ വന്നിരിക്കുന്നത് ഓപ്ഷൻ എ ആണ്, പ്രധാൻ മന്ത്രി സുരക്ഷാ ബീമ യോജന. 90ാമത്തെ ചോദ്യം, ദ റിലേഷൻ ബിറ്റ്വീൻ ദി ബാങ്കർ ആൻഡ് കസ്റ്റമർ ഈസ് ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദി എബോവ്. ട്രസ്റ്റി ആൻഡ് ബെനിഫിഷ്യറി, അതുപോലെ ഡെപ്റ്റർ ആൻഡ് ക്രെഡിറ്റർ, പ്രിൻസിപ്പൽ ആൻഡ് ഏജൻറ്റ് എല്ലാം വരുന്നുണ്ട്. 91ാമത്തെ ചോദ്യം, വിച്ച് ഓഫ് ദി ഫോളോവിങ് ഔട്ട്പുട്ട് ഡിവൈസ് പ്രൊവൈഡ്സ് tactile feedback to the user often used in gaming controls and mobile devices. 91ാമത്തെ ചോദ്യം ഓപ്ഷൻ ഡി ആണ്, ഹാപ്റ്റിക് ഡിവൈസസ് ആണ്. ഓക്കെ. അടുത്ത ചോദ്യം 92 ഫിഷിംഗ് ഈസ് എ ടൈപ്പ് ഓഫ് സൈബർ ക്രൈം ദാറ്റ് ഇൻവോൾവ്സ്. 92 ഓപ്ഷൻ സി ആണ്, സെൻഡിങ് ഫ്രോഡുലൻറ്റ് ഇമെയിൽസ് ടു ഒബ്റ്റെയിൻ സെൻസിറ്റീവ് ഇൻഫർമേഷൻ. ഓക്കെ, ഫിഷിംഗ് ആണ് ചോദിച്ചിരിക്കുന്നത്. അടുത്ത ചോദ്യം നോക്കാം. 93 സിസ്റ്റം സോഫ്റ്റ്വെയർ ദാറ്റ് ട്രാൻസ്ലേറ്റ് ഹൈ ലെവൽ ലാംഗ്വേജ് ഇൻ ടു മെഷീൻ കോഡ് ഈസ് കോൾഡ്. 93 ഓപ്ഷൻ ഡി ആണ്, കമ്പൈലറാണ്, ഓപ്ഷൻ ഡി. അടുത്ത ചോദ്യം 94ാമത്തെ ചോദ്യം, which component of the operative system handles the execution of process and task. ഓപ്ഷൻ ബി കേണൽ ആണ്. 94 ഓപ്ഷൻ ബി ആണ്. 95 ഇൻ പ്രോഗ്രാമിംഗ് വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് എ ലൂപ്പ്. 95ൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ്, ടു എക്സിക്യൂട്ട് എ ബ്ലോക്ക് ഓഫ് കോഡ് മൾട്ടിപ്പിൾ ടൈംസ്. 96 ഇൻ സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയർ വാട്ട് ഈസ് ദ ഇൻ്റർസെക്ഷൻ ഓഫ് റോ ആൻഡ് കോളംസ് കോൾഡ്. 96ൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ്, സെല്ലാണ്. 97 വിച്ച് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ഈസ് പ്രൈമർലി യൂസ്ഡ് ഫോർ ഇമെയിൽ കമ്മ്യൂണിക്കേഷൻ. ഓപ്ഷൻ ബി ആണ്, മൈക്രോസോഫ്റ്റ് ഔട്ട്ലുക്ക്. അടുത്ത ചോദ്യം 98 വിച്ച് ടൈപ്പ് ഓഫ് നെറ്റ്വർക്ക് ഈസ് യൂസ്ഡ് ടു കണക്ട് മൾട്ടിപ്പിൾ നെറ്റ്വർക്ക് ഓവർ ലാർജ് ജിയോഗ്രഫിക്കൽ ഏരിയാസ് സച്ച് എസ് കൺട്രീസ് ഓർ കോണ്ടിനെൻറ്റ് അല്ലേ. ലാർജ് എന്ന് പറയുമ്പോൾ 98ൻ്റെ ആൻസർ ഓപ്ഷൻ എ വാൻ അല്ലെ, വൈഡ് ഏരിയ നെറ്റ്വർക്കാണ്. 99 വിച്ച് നെറ്റ്വർക്ക് ഡിവൈസ് ഈസ് റെസ്പോൺസിബിൾ ഫോർ റീഡയറക്റ്റിംഗ് ഡാറ്റ പാക്കറ്റ്സ് ബിറ്റ്വീൻ നെറ്റ്വർക്ക് typically found at the gateway between local network and the internet. 99ൻ്റെ ആൻസർ വന്നിരിക്കുന്നത് ഓപ്ഷൻ സി ആണ്, റൂട്ടറാണ്. ഓക്കെ. 100ാമത്തെ ചോദ്യം, ചൂസ് ദി കറക്റ്റ് HTML എലമെൻറ്റ് ഫോർ ദി ലാർജസ്റ്റ് ഹെഡിങ്. 100ൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്, H1 ആണല്ലേ വരുന്നത്. അപ്പോൾ 100 ചോദ്യങ്ങളും ജസ്റ്റ് എത്ര മാർക്ക് കിട്ടി എന്ന് നിങ്ങളൊന്ന് നോക്കുക. നിങ്ങൾ പ്രൊഫഷണൽ ആൻസർ കീ വെച്ചിട്ട് എത്ര മാർക്ക് നിങ്ങൾക്ക് കിട്ടി എന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് നോക്കുക. നിങ്ങൾക്ക് ഇവിടെ ഇപ്പോൾ എ കോഡിൻ്റെ ഡീറ്റെയിൽസാണ് നമ്മളിവിടെ പറഞ്ഞിരിക്കുന്നത്. തൊട്ട് റൈറ്റ് സൈഡിലായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ABCD എല്ലാ കോളത്തിൻ്റെയും പ്രൊഫഷണൽ ആൻസർ കീ വന്നിരിക്കുന്നത് ഞാനിവിടെ നൽകിയിട്ടുണ്ട്. നിങ്ങൾക്ക് അവിടെ നിന്ന് നോക്കി നിങ്ങളുടെ കോഡ് എ ആണോ, ബി ആണോ, സി ആണോ, ഡി ആണോ എന്ന് നോക്കി അതിൽ നിന്ന് ആൻസർ കണ്ടെത്തി നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി എന്നുള്ളത് നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. എത്ര മാർക്ക് കിട്ടി എന്നുള്ളത് താഴെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ഏകദേശം ഒരു കട്ട് ഓഫിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമുക്ക് കണ്ടെത്താൻ സാധിക്കും. ഓക്കെ. വെരി ടഫാണെന്ന് പറയുന്നുണ്ട് PSC ടോക്സ്. അതുപോലെ രേവതി പറയുന്നുണ്ട് കട്ട് ഓഫ് കൂടുമോ. അനിത വർഗീസ് വെരി ടഫാണെന്ന് പറയുന്നുണ്ട്.
എത്ര മാർക്ക് ഉണ്ട് നോക്കിയിട്ട് ടൈം കിട്ടിയില്ല ശരിയാണ്. എന്താണ് പലരും പറയുന്നുണ്ട് കേട്ടോ, ടൈം കിട്ടിയില്ല എന്നുള്ള ഇഷ്യൂ പലരും പറയുന്നുണ്ട്. ഒരുപാട് സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ എന്താണ് ഒരുപാട് തരത്തിലുള്ള മാച്ച് ദ ഫോളോയിങ് അതുപോലെയുള്ള ചോദ്യങ്ങൾ ഒരുപാട് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ടൈമിൻ്റെ ഇഷ്യൂ പലരും പറയുന്നുണ്ട്. കട്ട് ഓഫിൻ്റെ കാര്യം നമുക്ക് പറയട്ടോ. കട്ട് ഓഫ് എത്ര വരും എന്ന് ചോദിക്കുന്നുണ്ട്. അഖില മാർക്ക് തന്നിട്ടുണ്ട്. ഏത് സിലബസ് ആണോ? ഓക്കെ, ഇത് സിലബസ് അല്ല കേട്ടോ. കേരള ബാങ്കിൻ്റെ എന്ന് പറയുന്നത് സാധാരണ PSC റിലേറ്റ് ചെയ്തിട്ടുള്ള നിങ്ങൾക്ക് നമ്മൾ ഓൾറെഡി എന്താണ് ഒക്ടോബർ മാസത്തെ നിങ്ങൾക്ക് കലണ്ടർ ഓൾറെഡി പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അവിടെ നിന്ന് എന്താണ് ഏറ്റവും അവസാനത്തെ കോളത്തിൽ എന്നുള്ളതിൽ സിലബസ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്താൽ എന്താണ് നിങ്ങൾക്ക് OAയുടെ സിലബസ് കിട്ടും. നമുക്ക് വേണമെങ്കിൽ എന്താണ് ഇപ്പോൾ തന്നെ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ അത് അപ്ലോഡ് ചെയ്തേക്കാം. അപ്പോൾ നിങ്ങൾക്ക് അവിടെ നിന്ന് നോക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി, ഈ പരീക്ഷയിൽ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി എന്നുള്ളത് ജസ്റ്റ് ഒന്ന് പറയാൻ വേണ്ടി മറക്കല്ലേ. അപ്പം നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. നെഗറ്റീവ് മാർക്കുണ്ടോ? യെസ്, കേരള PSC അല്ലേ, സാധാരണ പോലെ തന്നെയാണ് കേട്ടോ. 1ഉം 1/3 ഒക്കെയാണ്. കട്ട് ഓഫ് എത്രയാണ് നമുക്ക് പറയാം കേട്ടോ. കട്ട് ഓഫ് ഏകദേശം നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി എന്നുള്ളത് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ അതിൽ നിന്നും അതുപോലെ PSC ഈ ഒരു പരീക്ഷയുടെ ടഫ്നെസ്സും ഒക്കെ ഒന്ന് നോക്കിയിട്ട് നമുക്ക് ഏകദേശം കട്ട് ഓഫ് എത്രയാണെന്ന് നമുക്ക് പറയാം. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. എത്ര മാർക്ക് കിട്ടി എന്നുള്ളതൊന്ന് പറയാൻ വേണ്ടി മറക്കല്ലേ. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.